ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. ഇന്ന് 8ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്ന് തീരെ വയ്യ. അപ്പോൾ കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുക, പിന്നെ കഞ്ഞി ഉണ്ടാക്കി. വേറെ ഒന്നും ഉണ്ടാക്കാൻ വയ്യ. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ട് ഇതാക്കി ജ്യൂസ് അടിച്ചു. അപ്പോൾ അത് തികയില്ല, കുറച്ചും കൂടി അടിച്ചു വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഒരു പൊളിയും കൂടി എടുത്തു, ജ്യൂസ് അടിച്ചു വെച്ചു. പിന്നെ കഞ്ഞി ഉണ്ടാക്കി, അച്ചാറും അത് കൂട്ടിയിട്ട് കഞ്ഞി കുടിച്ചു. ഭയങ്കര ക്ഷീണം കുട്ടികൾക്കൊക്കെ. അതെ, അപ്പോൾ ഒന്നും ഉണ്ടാക്കണം വിചാരിച്ചു, കഞ്ഞി കുടിച്ചു. പിന്നെ ഇന്നിപ്പോൾ ചെറിയ വീഡിയോയാണ് മക്കളെ, ഇത്രയേ ഉള്ളൂ. പിന്നെ നാളെ എണ്ണക്കടി കുറച്ച് ഉണ്ടാക്കണം, കുറച്ച് പുട്ടോ പത്തിരി എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു നാളെ പോരെ ചോദിച്ചു. അത് മതി ഉമ്മ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്ന് അങ്ങനെ എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം. വെയിലിൻ്റെ ചൂടും അങ്ങനെയല്ലേ. അപ്പോൾ പിന്നെ കടി ഉണ്ടാക്കിയാലൊന്നും അങ്ങനെ കഴിക്കണില്ല കുട്ടികൾ. കുറച്ചേ കഴിച്ചിട്ട് പിന്നെ അതവിടെ അത്താഴത്തിന് പിന്നെ ചോറില്ലേ കഴിക്കുക, അവർക്ക് കടിയൊന്നും പറ്റില്ല, ചോറ് കഴിക്കും. പിന്നെ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ പടച്ചോനിൽ നോമ്പറന്ന് നമ്മൾ കാരൊക്കെ കൊണ്ട്, ഞാൻ പച്ചവെള്ളം കൊണ്ടാണ് നോമ്പറക്കുക. എനിക്ക് പച്ചവെള്ളം വേണം. ഞാൻ ജ്യൂസും നാരങ്ങ വെള്ളം ഒന്നും കുടിക്കില്ല, പച്ചവെള്ളം എനിക്ക്. അതുകൊണ്ട് നോമ്പറക്കണം. അത് പണ്ടും അങ്ങനെ തന്നെ, അതിൻ്റെ ഗുണം കിട്ടില്ല. മറ്റേ നാരങ്ങ വെള്ളം ആകുമ്പോൾ നമ്മളിങ്ങനെ വയറ് ഭയങ്കര കാലിയായിട്ടിരിക്കല്ലേ. അപ്പോൾ അത് പല ഇതും വരും, അസുഖങ്ങൾ. അപ്പോൾ മക്കൾക്കതില്ലാണ്ട് പറ്റില്ല. പിന്നെ കഞ്ഞിക്ക് ഉപ്പേരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാ ആ സാധിച്ചില്ല. അച്ചാറ് മതി, പയറോ എന്തെങ്കിലും ഉപ്പേരി. അങ്ങനെ ഈ കുട്ടികളെയൊക്കെ വിളിച്ച് നോമ്പറപ്പിക്കാൻ വിളിക്കണം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ശരി മക്കളെ, ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. നിങ്ങൾ എനിക്ക് കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ശരി, എന്നാൽ അസ്സലാമു അലൈക്കും.